ഇവനെന്താ കുതിരയുടെ മൂട്ടിൽ പടക്കം വെച്ച പോലെ കിടന്ന് കുതിക്കണം? അവൻ ഗോളടിച്ചിരിക്കല്ലേ അരവിന്ദോ. കല്യാണം എന്നാന്ന് വല്ലത് അനിത പറഞ്ഞോടാ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒരു വീട് വയ്ക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്നീ ബോംബെ കുമാരന്റെ കടയിലെ പണിക്കാരനായിട്ട് ജീവിതം കളയാതെ സ്വന്തമായിട്ട് ഒരു തയ്യക്കട ഇടാനും പറഞ്ഞു. ഞാനൊന്ന് പച്ച പിടിച്ച് വരുന്നതിൽ അവക്കെന്താ ഇത്ര വലിയ വിഷമം? നിനക്കിപ്പോ എന്താ ഇവിടെ ഒരു കുറവ്? മാസം 3500 രൂപ എണ്ണി തരുന്നില്ലേ? നീ അവളുടെ പിന്നാലെ നടക്കുന്ന ദിവസത്തെ ശമ്പളം ഞാൻ കട്ട് ചെയ്യാറുണ്ടോ? ഇങ്ങനെയൊക്കെ സൗകര്യം ചെയ്താൽ എനിക്കിട്ട് വേണം വെക്കാൻ. അവരൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ അതിനൊക്കെ വരുമാനം വേണ്ടേ? അല്ലടാ. കുടുംബം കാണാ. സുഖുവേ, ഇവൻ അനിതയെ കെട്ടിക്കൊണ്ടുപോയ പിന്നെ ദേവിയന് ടീച്ചർ ഒറ്റക്കാവൂലേ? പിന്നെ ആരുടെ ഒരു കൂട്ട്? നമുക്ക് വല്ല വേക്കൻസി ഉണ്ടാവോടെ അരവിന്ദ്? എന്ത് വേക്കൻസി? അല്ല, നിനക്ക് അന്തസ്സുള്ളൊരു അമ്മായിപ്പം വേണ്ടേ? അറിഞ്ഞോണ്ടാരെങ്കിലും പൊട്ടക്കിന്റെ ചാടോ കുമാരേട്ടാ. അവ പൊട്ടനൊന്നല്ല, നല്ല തിരിച്ചറിവാ. തന്നെ എനിക്കറിയാം. ഒരു ദിവസം തന്റെ ചുണ്ടെടുത്ത് എന്റെ ഇടയിൽ വെച്ച് തയ്ക്കും ഞാൻ. നമുക്ക് നേരിട്ട് ചോദിക്കാലോ. ടീച്ചർ ഇങ്ങടെ വരണേ. എന്റെ ടീച്ചർമേ, നമ്മുടെ കിണറ്റിലെ മോട്ടർ കേടായി. നീ ആ പോളിനെ ചെന്ന് കണ്ടൊന്ന് വരാൻ പറയണം. ഇപ്പൊ വേണമെന്നില്ല, നീ ജോലി കഴിഞ്ഞ് സൗകര്യം പോലെ ചെന്നൊന്ന് പറഞ്ഞാൽ മതി. പോട്ടെ. വേറെ വിശേഷമൊന്നുമില്ല. ഇല്ല. പാത്രം വയ്ക്കണോ? തേനൊലിക്കണ്ടല്ലോ. നീ എങ്ങടാ? മോട്ടർ നന്നാക്കണം. പിന്നെ വന്നാ മതി പറഞ്ഞല്ല. എനിക്കിപ്പോ നന്നാക്കണം. എടാ സരസുന്റെ പാവ അരിക്കൂട്ടി തേച്ചിട്ട് സഞ്ചിക്കോ. ഇവിടെ ഒരു കുന്ന പണി നടക്കുമ്പോഴാണ് അവന്റെ അമ്മായിയും മടം. യോഗമില്ല.